ഹലോ, ഇന്ന് നമ്മൾ രണ്ടുപേരും ലീവായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു കൊണ്ടിട്ട് നമ്മൾ രണ്ടുപേരും ലീവ് എടുക്കാമെന്ന് കരുതി. ഒന്ന് സ്കൂളിൽ പോകണവളുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയണം. പിന്നെ അതുവഴി നമുക്ക് ലിയോമോന് ഇടയ്ക്കൊരു ചുമ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഗ്യാസുകാരൻ ഇന്ന് വരും എന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. പോരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞപ്പോഴത്തേനും അവനങ്ങനെ കാര്യമായ ചുമയല്ല, എന്നാലും ഇടയ്ക്കൊരു ചുമ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് നമുക്ക് വീട്ടിലുള്ള മെഡിസിൻ തന്നെ കൊടുത്ത് നോക്കാം, കുറഞ്ഞില്ലെങ്കിൽ കൊണ്ടുപോകാമല്ലോ എന്ന് കരുതി. അപ്പോൾ എന്തായാലും വീട്ടിൽ നിൽക്കുന്നതല്ലേ, അപ്പോൾ ആ സമയത്ത് നമുക്കെന്നാൽ ഒരു ഡീപ്പ് ക്ലീനിങ് ഡേ ആക്കാമെന്ന് കരുതി. ചുമ്മാ വീട്ടിലിരുന്ന് ഒരു ദിവസം കളയുന്നതിനും ഭേദം എന്തെങ്കിലും ഒരു കാര്യം വീട്ടിലത്തേക്ക് ആവുമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം ഡീപ്പ് ക്ലീനിങ് ഡേ ആക്കിയതാണ് കേട്ടോ. മുന്നത്തെ സാറ്റർഡേ അവിച്ചേട്ടന് ലീവായിരുന്നു, അവധിയായിരുന്നു കൊണ്ടിട്ട് അന്നത്തെ ദിവസം റൂമെല്ലാം അവിച്ചേട്ടൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി പൊടിയെല്ലാം തട്ടി ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേനും പുള്ളി അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹോള് നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടണ ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ലീവ് വന്നത്. എങ്കിൽ പിന്നെ ഇന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെ ഹോള് മൊത്തത്തിൽ ഒതുക്കുകയാണ് കേട്ടോ. ഞാൻ ഈ വർക്കിന് പോകാൻ തുടങ്ങിയ പിന്നെ അങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് പറ്റാറില്ല. കാരണം സമയം കിട്ടുന്നില്ല. ആകെ ഒരു സൺഡേ ആണ് കിട്ടുന്നത്. അത് കാലത്തല്ല, പള്ളിപ്പോക്ക്, ഫുഡ് കഴിച്ച് പിന്നെ അലക്കലും തുടക്കലൊക്കെ ആയിട്ട് അതങ്ങനെ പോകുമ്പോഴത്തേനും ഒരുവിധം വൈകുന്നേരം ആകും. അന്നത്തെ ആ ഒരു ദിവസം കഴിയണത് അറിയാറില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലീവ് എടുത്തപ്പോഴത്തേനും അതങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്തു മാക്സിമം. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്ന നല്ല രീതിയിലുള്ള പൊടിയുണ്ടായിരുന്നു, നല്ല രീതിയിൽ. അതെല്ലാം ഫുള്ള് മാറ്റി നമ്മൾ TV സ്റ്റാൻഡിലൊക്കെ നിറയെ പൊടിയായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് നമ്മുടെ നട സ്റ്റാൻഡിലൊക്കെ ആകെ പൊടി പിടിച്ച് കിടക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ ഈ സമയത്തൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 2 കടുകുമണികൾ കാണണമല്ലോന്ന്. 2 കടുകുമണികളെയും നമ്മൾ ഓൾറെഡി റൂം ക്ലീൻ ആക്കണം കൊണ്ടിട്ട് റൂമിലേക്ക് കയറ്റിയിട്ട് വാതിൽ ക്ലോസ് ചെയ്തതാണ് കേട്ടോ. ഞായറാഴ്ചകളിലാണ് നമ്മൾ സാധാരണ അലക്കാനിടാറുള്ളത്. അപ്പോൾ ഈ ഞായറാഴ്ച നമുക്ക് കല്യാണം ഉണ്ടായതുകൊണ്ടിട്ട് അലക്കൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ കൂടി മിഷ്യത്തിൽ അലക്കാനും ഇട്ടിട്ടുണ്ട്. ഇടയ്ക്ക് വീഡിയോയിൽ അതാണ് തുണിയും കൊണ്ട് പോകുന്നത് കാണുന്നത്. നമ്മൾ ഈ സൗണ്ട് ബാറിൻ്റെ ബോക്സ് ഇവിടെ വന്ന സമയം മുതൽ ഇങ്ങനെയായിരുന്നു വെച്ചിരുന്നിട്ട്. TVയുടെ സൈഡിൽ 2 സൈഡിലുമായിട്ട് തന്നെയായിരുന്നു വെച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും വിഷ്ണു പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് നമുക്കൊരു പവർ കിട്ടുന്നില്ല, മതിലിലേക്ക് മാറ്റാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ മതിലിലേക്ക് നീട്ടി മതിലിൽ കൊണ്ടുവന്ന് വെച്ചത്. പക്ഷേ അവിടെ വെച്ചിട്ട് അത്ര ഒരു പെർഫെക്റ്റായിട്ട് അതിരിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ വയറൊക്കെ തൂങ്ങിക്കിടക്കുമ്പോഴത്തേനും അതൊരു വൃത്തികേടായിട്ട് കിടന്നു വെച്ചു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഒതുക്കിയപ്പോഴത്തേനും വീണ്ടും അത് പഴയ സ്ഥാനത്ത് തന്നെ ആക്കി TVയുടെ സൈഡിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ്. നമ്മുടെ ഈ ഡൈനിങ് ഏരിയയിൽ നല്ല പൊടി ഉണ്ടായിരുന്നിട്ട്. കാരണം എല്ലാ ദിവസവും നമ്മൾ അടിച്ച് വാരുമ്പോൾ അതിനടിയിൽ നിന്നൊക്കെ അടിച്ചെടുക്കുമെന്നുണ്ടെങ്കിലും പൊടി തൂക്കാനായിട്ട് പറ്റാറില്ല. അപ്പോൾ ആ മതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുഴിവുള്ള മതിലാണ്. അപ്പോൾ നമ്മളത് ശരിക്കും ഇങ്ങനെ തൂത്തെടുക്കണം പൊടി. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേനും നമ്മൾ വിശന്ന് തളർന്നു. അപ്പോൾ ഇന്ന് അടുക്കളയിലേക്ക് കയറാൻ പറ്റാഞ്ഞുകൊണ്ടിട്ട് ഫുഡ് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ പോയിട്ട് മന്തി വാങ്ങിച്ചിട്ട് വന്ന്. പിന്നെ ഇനിയിപ്പോൾ ബാക്കി പണിയെല്ലാം നമുക്കിത് കഴിച്ചതിന് ശേഷം ആവാമല്ലോ എന്ന് കരുതി അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് അപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് ഒരു ആശ്വാസമായത്. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ നടയുടെ താഴെയായിട്ട് മതിലിനോട് ചേർന്നൊരു ചെറിയൊരു ഡിസൈൻ വർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. ഒരു കുഴിവ് പോലെ വന്നിട്ട് അതിനകത്ത് നിറയെ കുഞ്ഞു കുഞ്ഞു പെബിൾസ് ഇട്ടേക്കണേണ്. അപ്പോൾ ഈ പെബിൾസ് എല്ലാം എടുത്ത് അതിൻ്റെ മുകളിൽ നിന്നൊക്കെ നല്ലപോലെ നനഞ്ഞ തുണിയിട്ട് തുടച്ചിട്ട് പെബിൾസ് എല്ലാം എടുത്ത് നമ്മൾ കഴുകിയിട്ടാണ് നല്ലപോലെ സോപ്പ് വാട്ടറിലിട്ട് നല്ലപോലെ കഴുകിയിട്ട് ആണ് രണ്ടാമത് അത് തുടച്ച് റീപ്ലേസ് ചെയ്തത് നമ്മൾ. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കല്ലുകൾക്കൊക്കെ ഒരു തിളക്കം വന്നു. കാരണം അത്രയും പൊടി പിടിച്ചിരിക്കണമായിരുന്നു കല്ലുകളും. ഈ ഒരു സാധനമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അതിൽ തന്നെ ഉണ്ടാവും അത്യാവശ്യം നല്ല രീതിയിൽ പൊടി. പിന്നെ നമുക്കിവിടെ ഉണ്ടായിരുന്ന അഴ നമ്മൾ അഴിച്ച് മാറ്റി. കാരണം തുണി വിരിക്കാൻ വേറെ സ്ഥലമില്ലാഞ്ഞുകൊണ്ടിട്ടാണ് അങ്ങനെ ഫ്രണ്ടിൽ അഴ കെട്ടിയിട്ടേക്കുന്നത്. ഫ്രണ്ടിലല്ലാതെ നമുക്കിവിടെ വേറെ എവിടെ അഴ കെട്ടാനുള്ള സൗകര്യവും ഇല്ല. അപ്പോൾ ഇന്ന് ഈ അഴയെല്ലാം അഴിച്ച് മാറ്റി പകരം നമ്മൾ പുതിയൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു തുണി വിരിക്കുന്ന സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വരുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ലേശം വിശ്രമമാവാമല്ലേ.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.